ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 4. അതെ, പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 4. ഇതാണ്ട് ഗെയിം സേവിങ് എന്നൊക്കെ ഇതാണാമോ എന്തോ. എല്ലാ പ്രാവശ്യത്തെയും കൂട്ട് തന്നെ ഇതിനും ഒരു പേരുണ്ട്, സേഫ് ഹെവൻ. ഇവിടെ കുറേ എന്താ ടി വിയിൽ കണ്ണൊക്കെ കാണുന്നുണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും കൂട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. എനിക്കത് കാണാൻ വയ്യ, ഒത്തിരി സമയം എടുക്കും അത്. 3ൻ്റെ ലാസ്റ്റ് എൻഡിങ് മറ്റെന്താ ലിഫ്റ്റിൽ കൂടെ പോയിട്ട് അവിടെ ഹെല്ലാണെന്നൊക്കെ. താങ്ക് യു. അങ്ങോട്ടാണല്ലോ എന്നെ വിടുന്നത്. കീബോർഡ് വേണോ കൺട്രോളർ വേണോ? എനിക്ക് കൺട്രോളർ മതി, അതാണ് എളുപ്പം. അത് കൺട്രോളർ അത് മതി. ഇനി ഇവിടെ ഒത്തിരി പണിയുണ്ട് കളിക്കാൻ. പിന്നെ വീഡിയോയിൽ എന്താ ബ്ലറ് പോലെ വരുന്നുണ്ടെങ്കിൽ സോറി, അത് ശരിയാക്കാം. അത് ഈ ഗെയിമിൻ്റെ തന്നെ എന്തോ വിഷയമാണ്. ഇത് പിന്നെ ചിക്കി ആപ്പാണ്, അതിലാണ് ഞാൻ ഇത് കളിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ. ഇല്ലെങ്കിൽ മറ്റേ കൈ മാത്രമേ കാണത്തുള്ളൂ. അടിയിലോട്ട് എത്താറായി. ഇവിടെ ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് സ്ഥലവും, പിന്നെ ഇതാണ് ഹെല്ലെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആയിരിക്കും. നമ്മളിവിടെ ആക്കിയിട്ടങ്ങ് പോയി. ഇൻവെസ്റ്റിഗേറ്റ് ദ കൺട്രോൾ റൂം, അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. നമുക്ക് മണ്ടയ്ക്കോട്ടാണ് പോകേണ്ടത്. എനിക്ക് കൺട്രോളർ മതി. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കര സ്പീഡാണ്. കണ്ടോ, ഇത്ര സ്പീഡിലാണ് പോകുന്നത്. എല്ലാ പ്രാവശ്യം ഒരു തൂങ്ങുന്ന സാധനം അത് കൂടെ പിടിച്ച് ഞാൻ ഇപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. കൺട്രോളർ തന്നെ അതാ നല്ല. എല്ലാ പ്രാവശ്യത്തും കൂട്ട് അത് ഒളിപ്പിച്ച് വെച്ച ആ സാധനം ബാറ്ററി അത് തന്നെ. ഇപ്രാവശ്യം ആനിമേഷനൊക്കെ കൊണ്ടുവന്ന് ബാറ്ററി പിടിക്കുന്നു. നേരത്തെ ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു, ഇപ്പോൾ ആനിമേഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് 4ൽ. ഇപ്പം ഇതും വന്ന് എന്താ ബാറ്ററീൻ്റെ വെക്കുന്ന സ്ഥലത്തൊരു ഇത്. സ്കാനറും മാറിയിട്ടുണ്ട്, സ്കാനറും വേറെ രീതി. പിന്നെ ഈ പോപ്പുലർ ടൈം 4 കളിക്കുന്ന ഏറ്റവും ലേറ്റ് ആയിട്ടുള്ളത് ഞാനായിരിക്കും. ഇതാണ്ട് ഇവിടെ എന്തോ വഴിയുണ്ട്, ഇതൊന്നും തനങ്ങാത്ത. ഇങ്ങനെ പോകും. അതുകൊണ്ട് അവിടെ ഒരു ഡോറ് അത് തുറന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ ബ്ലറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത് ശരിയായി. ഇതുകൊണ്ട് ഇവിടെ എന്താ പെട്ടി വെച്ചേക്കും, മാറ്റങ്ങോട്ട് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. ഇതെന്തായാലും ഫുൾ സീരിയസ് കാണും. ചാപ്റ്റർ 5 മാത്രം ഞാനിപ്പോഴേ കളിക്കാൻ പറ്റത്തില്ല. അത് പിന്നെങ്ങാണം കളിക്കാതെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ചാപ്റ്റർ 5 ഞാൻ പിന്നെങ്ങാണം കളിക്കാം. അത് റിലീസായിട്ടുണ്ട്, പക്ഷെ എനിക്കത് കളിക്കാൻ പറ്റൂല. എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സംഭവം എൻ്റെ കയ്യിൽ, അതുകൊണ്ട് അത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് ഇവിടെ നേരെ പോകണം. നേരെ പോകുമ്പോൾ എന്തോ കാണും. ഇതാണ്ട് പോപ്പി പറഞ്ഞത് നമ്മളോട് റെഡ് സ്മോക്ക് ഫോളോ ചെയ്യാനാണ്. ഇനി നമ്മളിങ്ങനെ പോകണം, തൂങ്ങണം. ഇത് നമ്മളിവിടെ പോയാൽ ചാവും കേട്ടോ. അത് വലിയ കാര്യമായിപ്പോയി. ആ തൂങ്ങുന്ന സാധനം അവിടെ വെച്ചുണ്ട്. പിന്നെ ഇവിടെ കാണും എല്ലാ സാധനവും ഉണ്ട്. എന്തായാലും ഇതിട്ട് പോവാം. അതാകുമ്പോൾ കുറച്ച് വെട്ടം കിട്ടും. പിന്നെ വെട്ടവും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. ഇനി ഇതുകൊണ്ട് അവിടെ എന്തോ ഡോറുണ്ട്, അത് നമുക്ക് പോയി തുറക്കാം. ആ ഡോറ് നമുക്ക് പോയി തുറക്കാം. ഇന്ന് എനിക്ക് വീറ്റയിലല്ല ഞാൻ എഡിറ്റ് ചെയ്ത് ഇൻഷോട്ടിലായി. എന്താണെന്ന് വെച്ചാൽ വീറ്റയിൽ ഇത് ലോഡാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇൻഷോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഭയങ്കര ശബ്ദം കാണാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ എന്തായാലും കുറച്ചോളം എഡിറ്റ് ചെയ്ത്. ഫൈൻഡ് ദ എൻട്രൻസ് ടു ദ പ്രിസൺ. ഇപ്രാവശ്യം അതാ ഒബ്ജക്റ്റ്. അങ്ങനെ അടുത്തത് ഗെയിം സേവ് ആയിട്ടുണ്ട്. ഇനിയും ഒത്തിരി നമുക്ക് ചെയ്യാനുണ്ട്. ഒത്തിരി ഒബ്ജക്റ്റീവ്സായി ഗെയിമിനകത്തിലുള്ളത്. എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ വെള്ള സ്ക്രീൻ വരുന്നു. ഇവിടെ എന്തോ വരും. വേഗം തന്നെ പ്രൊട്ടക്ഷൻ വയ്ക്കുക. പ്രൊട്ടക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഫ്ലയർ ഗണ്ണ്. അതുകൊണ്ട് എന്തോ സാധനം വരുന്നു. ഇത് മറ്റേ സ്മൈലിംഗ് ക്രിറ്റേഴ്സ് അല്ലേ? വക്കി എന്നെ പറപ്പിച്ച് പോള എണ്ണിച്ച്.
ഹഗി എന്നാലും എന്നെ പറപ്പിച്ച് അപ്പുറത്തെ കടലിലെത്തിച്ച്. ഇനി എന്തായാലും വേറെ പണി നോക്കാം. അപ്പോൾ ബൈ ഗൈസ്. ന്യൂ ഒബ്ജക്റ്റീവ്, ഫൈൻഡ് അനദർ വേ ഇൻ ടു ദ പ്രസൻറ്റ്. ബെസ്റ്റ്. എന്തോന്നടേ ഇത്? ഇനി എന്താണ് ഇവിടെ? അവിടെ എന്തോ വഴിയുണ്ട്, അവിടെ നമുക്ക് എന്തോ കിട്ടാനുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഇത് മറ്റേ സാധനം ഇവിടെ ഇച്ചിരി ലോഞ്ച് ചെയ്യണം. ഇങ്ങനെ തന്നെ ഇനിയും അതേ സംഭവം തന്നെ ഞാൻ ഇവിടെയും ചെയ്യണം. ഇങ്ങനെ പിടിക്കണം. അങ്ങനെ തന്നെ. ഇനി എന്തായാലും ചിലപ്പോൾ ഞാൻ ഇവിടെ വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഴുമെന്ന്. എനിക്കറിയായിരുന്നു ഞാൻ വീഴുമെന്ന്. അതിനാണല്ലോ ഞാൻ അവിടെ വരുന്നത്. എല്ലാ പ്രാവശ്യം ഞാൻ അവിടെ റെക്കോർഡ് വെക്കുന്നു. ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ ഏറ്റവും അറിയത്തില്ല. ഇനി അതേ സ്റ്റെപ്പ് തന്നെ ഇനി അവിടെ ഞാൻ പതുക്കെ പോകത്തുള്ളൂ. പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി. സ്ലോ. എൻ്റെ പേര് എമ്മർ ഗെയിമർ. കണ്ട ഞാൻ അങ്ങനെ പറഞ്ഞ എനിക്ക് ഇവിടെ എത്തും. എൻ്റെ പേര് എമ്മർ ഗെയിമർ. ഇനി ഇങ്ങനെ ഞാൻ തൂങ്ങിപ്പോയിട്ട് അവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഇതെന്താ സാധനം? ഓലി വിരിക്കുന്നുണ്ട്. എന്തോ പറയാനായിരിക്കും. അതവിടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വെറുതെ ആവശ്യമില്ലാതെ വിളിച്ചുകൊണ്ടിരിക്കും. അതവിടെ ഇരിക്കട്ടെ. അയ്യോ, ഇത്രയും സ്പീഡുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല. അവിടം വരെ തെറിച്ചു പോയി ഗ്രാബ് പാക്കിൻ്റെ പവർ കാരണം. എന്താണോ എന്തോ ഇത്രയും പവറായി സാധനത്തിന്. എനിക്ക് ഫ്ലെയിമിൻ്റെ ഗണ്ണ് എപ്പോഴും ഇങ്ങനെ തന്നെ എടുക്കും. പക്ഷെ പർപ്പിൾ ഹാൻഡ് എടുക്കാനും പറ്റത്തില്ല. ഈ പർപ്പിൾ ഹാൻഡിൻ്റെ ആകെ ഒറ്റ ഒരു ഗുണമേ ഉള്ളൂ. അതിങ്ങനെ ജമ്പ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും യൂസ് ചെയ്യാനും അതിന് മാത്രമേ അത് യൂസ് ചെയ്യൂ. കൂടുതലും ഈ ബ്ലൂ ഹാൻഡും റെഡ് ഹാൻഡിൻ്റെ സ്കാനേഴ്സൊക്കെ ഉള്ളൂ. പിന്നെ നമുക്കത് കിട്ടും. എന്താ ആ ഹാൻഡ് ഇനി ഇങ്ങനെ ഒരു ചാട്ടം അങ്ങനെ തന്നെ. ഇതെന്ത് പ്രോട്ടോടൈപ്പ്? സോറി ഗൈസ്, പ്രോട്ടോടൈപ്പ്. ഇനി നമ്മളിവിടെ തുറക്കണം. ഇവിടെ എന്തോ ടൈപ്പൊക്കെ കൊടുക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല, എനിക്ക് വയ്യ. അത് ഒത്തിരി നേരമുണ്ട്, പിന്നെ ഒത്തിരി ലെങ്ത്തും ആയിപ്പോവും. പിന്നെ എനിക്കത് കട്ട് ചെയ്താൽ വീഡിയോൻ്റെ പകുതി കാണാൻ ചാൻസ് കുറവ്. അതുകൊണ്ട് മാത്രം ഞാനത് വയ്ക്കുന്നില്ല. ഇനി ഇവിടെങ്ങാണ്ട് രണ്ട് തൂണി ഞാൻ കണ്ടായിരുന്നു. ഈ തൂണ് രണ്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് പവർ കൊടുക്കട്ടെ. ഇനി ഞാൻ അങ്ങോട്ട് പോകണം. ഈ എല്ലസ് അടിക്കണം ഞാനെന്ത് ഓടിപ്പോകണമെങ്കിൽ. അതാ എനിക്ക് മെയിൻ ഇഷ്ടമല്ലാത്ത കാര്യം. ഇനി ഇവിടെ ഒറ്റയടിച്ച് പവർ ആയില്ലേ? പ്രാവശ്യം ആയില്ലേ? പർപ്പിൾ ഹാൻഡ് വെച്ച് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫ്ലെയിമിൻ്റെ ഹാൻഡ് ആകെ വെട്ടത്തിന് മാത്രമേ ഉപകാരമുള്ളൂ. ഇപ്രാവശ്യം ഞാനത് കംപ്ലീറ്റ് ആക്കി. ഇനി എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോകുമ്പോൾ അടുത്ത് എന്തോ വരും. ഇതും മറ്റേ ട്രെയിനിൻ്റെ കൂട്ട് എന്തോ സാധനമാണ്. ഇനി ഇതിലെന്താണാമോ? ഇതിലൊന്നും നമുക്ക് ചെയ്യാനില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയല്ലേ. എന്നാൽ ഞാൻ ഇന്ന് 360 ഡിഗ്രി കറങ്ങും. ഇതെന്താ ട്രെയിൻ പോലത്തെ സാധനം? ഇതിനൊന്നും എത്തത്തില്ല. ഇത് സമയം എടുക്കാൻ തോന്നുന്നു. അതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പുറത്തെ ബെല്ലൈക്കണും അമർത്തണം. എന്നാലേ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. ഇതല്ലേ മറ്റേ ഡോക്ടറിനെ കാണുന്നില്ല. ഡോക്ടറിൻ്റെ ഒരു കണ്ണുണ്ടല്ലോ, അത് എന്ത് ചെയ്ത് ഇതിനകത്ത് അതില്ലെന്ന് തോന്നുന്നു. അത് സാരമില്ല. എനിക്ക് ഈ സംശയം എന്ന് വെച്ചാൽ കീബോർഡ് വേണോ കൺട്രോളർ വേണോ? രണ്ടും നല്ലതാണ്. പക്ഷേ എനിക്ക് ഇതിൽ ഒരെണ്ണം മതി. പക്ഷേ രണ്ടെണ്ണത്തിൽ ഷിഫ്റ്റ് അമർത്തിയാലേ പോകത്തുള്ളൂ. കൺട്രോളറിലാണെങ്കിൽ LS ഷിഫ്റ്റ് വെക്കണം കീബോർഡിൽ. അതാണ് എനിക്കിഷ്ടമല്ലാത്തത്. പിന്നെ കീബോർഡിലാണെങ്കിൽ ഒത്തിരി സ്വിച്ച് ഉണ്ട്. ഇതിലാവുമ്പോൾ എനിക്ക് എളുപ്പം കളിക്കാൻ പറ്റും. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ട്രെയിൻ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. മറ്റേ രണ്ടാം ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിലെ ട്രെയിൻ ആവുമോ നമുക്ക് കണ്ടറിയാം. ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരിക്കും തോന്നുന്നു ഇതിലെ മെയിൻ വില്ലൻ. ഇതിനകത്ത് ഇനി 3 ക്യാരക്ടേഴ്സ് വരാൻ പോകുന്നുണ്ട്.
ഒന്ന് യാണബി, ഒന്ന് ഡോയി, ഡോക്ടർ, പിന്നെ ആരായിരുന്നു ലാസ്റ്റ്? യാണബി, ഡോക്ടർ, ഡോയി, പിയാനസോർസും ഉണ്ട്. നീ ഒബ്ജക്റ്റീവ് എസ്കേപ്പ് ദ പ്രിസൺ. ബെസ്റ്റ്. പ്രിസണിലോട്ട് എത്തിച്ചിട്ട് ഇനി പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആവാം. ഇതെന്തോന്ന് പറയുന്നത്? എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാ? ഇനി ഇങ്ങനെ കയറിയിട്ട് ഇനി എന്താണോ ഒബ്ജക്റ്റ്? അതുകൊണ്ട് അവിടെ എന്തോ വെൻറ്റ്, ആ വെൻറ്റിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത്. ഞാൻ വന്ന ട്രെയിനൊക്കെ ക്രാഷായി. ഞാൻ അപ്പോളേ പറഞ്ഞത് ആ ചാപ്റ്റർ 2 ട്രെയിൻ ആവുമെന്ന്. എന്തുവാ അവിടെ എന്തോ സ്കാനർ ഉണ്ട് ഗൈസ്, അത് നമുക്ക് സ്കാൻ ചെയ്യാം. അന്നേരം എന്തെങ്കിലും വഴി ഓപ്പൺ ആവും. അതല്ലേ ഞാൻ വന്ന വഴി. ചിലപ്പോൾ അതായിരിക്കും ഓപ്പൺ ആവുന്നത്. എനിക്കത് എത്താൻ ഇച്ചിരി പണിയാണ്. അതൊന്ന് എത്തിയായിരുന്നെങ്കിൽ എനിക്ക് സ്കാൻ ചെയ്യാൻ ഇച്ചിരി പാടത്, അത്രയും ദൂരത്താണ്. പിന്നെ നമ്മുടെ കൈ ഒത്തിരി ദൂരത്തോട്ട് പോകുന്നതുകൊണ്ട് അത് പ്രശ്നമില്ല. സ്കാൻ ചെയ്യുന്നുണ്ട്. സ്കാനായി. ഇനി നമുക്ക് അടിയിലോട്ട് പോകാം. ഇനി അതെന്തായാലും ഓപ്പൺ ആയി കാണും. ഇനി അതെന്തായാലും ഓപ്പൺ ആവാൻ ചാൻസ് കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനത് ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഫുള്ളും കളിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം ചെയ്യാൻ. ഇല്ലെങ്കിൽ ഞാൻ പകുതി കോഡൊക്കെ അടിക്കാൻ എത്താമെന്ന് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം. ഇവിടെ ഡെഡൻ്റെ വേറെ വഴി പോവാം. ഇനി അപ്പുറത്തൂടെ അങ്ങണ്ട, കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോവാം. ഇവിടെ എന്തോ ചുമന്ന ഡോറൊക്കെ കാണുന്നു. അത് ഓപ്പൺ ആവത്തില്ലെന്ന് തോന്നുന്നു. ഇനി ഇതുണ്ട്. ഇത് മറ്റേ നൈറ്റ് മെയർ ക്രിസ്റ്റേഴ്സ് അല്ലേ? ഇതെന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. അതിനെ അറ്റാക്ക് ചെയ്തിട്ട് പോകുന്നു. നമുക്കതിനൊന്നും ചെയ്യണ്ട, നമുക്ക് നേരെ അങ്ങ് പോവാം. പിന്നെ ഇത് എന്താ ചിക്കി ആയതുകൊണ്ടാണ് ഈ സ്വിച്ചസ്. നിങ്ങൾക്ക് ചിക്കി ആപ്പ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. അതൊരു PC ഗെയിംസൊക്കെ കളിക്കാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് GTA 5 അങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കാം. അങ്ങനെയാണ് ഈ പോപ്പി പ്ലേ ടൈം 4 അതിനകത്ത് റിലീസായത്. ഇനി 5 റിലീസാണ്. 6 ആകുമ്പോഴൊക്കെ ഇതിനകത്ത് 5 റിലീസായി കാണും. അങ്ങനെ ഈ ആപ്പ് 5 റിലീസായതിൻ്റെ തൊട്ട് അടുത്ത ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൽ 4 റിലീസായത്. 4 റിലീസായപ്പോഴാണ് എനിക്കിത് കളിക്കാൻ പറ്റുന്നത്. 4ഉം ഇച്ചിരിയൊക്കെ ലോങ് ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇതിൽ 5-6 ഇതൊക്കെ പാർട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഫുൾ ഗെയിം പ്ലേ ഞാൻ ഇടുന്നില്ല. ഈ എഡിറ്റ് ചെയ്ത വീഡിയോ തന്നെ ഞാൻ പിന്നെ ഇടും. അങ്ങനെ ഫുള്ളാക്കും. എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കും. അതാകുമ്പോൾ കുറച്ചും കൂടെ പണി വീഡിയോ. അവിടെയും എന്തോ സ്കാനറുണ്ട്. എനിക്കതെങ്ങനെയെങ്കിലും എടുക്കണം. ഇന്നൊന്നും കഴിയത്തില്ല, ഇച്ചിരി പണിയാണ്. അവിടെ ഞാൻ എത്തുന്നില്ല. എൻ്റെ കൈ എത്തും, പക്ഷേ ഇതില്ല, അവിടം വരെ ചെല്ലുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോ അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോവാം.